എങ്ങനെ സാധിക്കുന്നു ഇത്രയും ജോലികൾ ഒരാള്? എനിക്ക് തോന്നുന്നു 23rd ഇയറിൽ സ്റ്റാർട്ട് ചെയ്തതാന്ന് തോന്നുന്നു. എങ്ങനെയാണ് ഈ 16th ഏജ് മുതൽ ആ ചെറിയ പ്രായം മുതൽ ഇത്രയും ജോലികൾ ചെയ്യാൻ? സൈനബ് കുറെ പേർക്ക് ഇൻസ്പയറിംഗ് ആണെന്ന് പറഞ്ഞു. സൈനബിന്റെ ഇൻസ്പിറേഷൻ എന്തായിരുന്നു? My inspiration is just to, honestly speaking, make money. എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഒരു ടോക്ക് ഉണ്ടായിരുന്നു. നീ എന്റെ അടുത്ത് തുറന്നു പറയാതെ എനിക്ക് എങ്ങനെ കാര്യങ്ങൾ മനസ്സിലാവാ? പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നില്ലേ. ഇനിയിപ്പോ എന്റെ മുഖത്തിന്റെ പ്രശ്നമാണോന്ന് അറിയില്ല, കാരണം എനിക്ക് എപ്പോഴും എല്ലാവരുടെ അടുത്ത് നിന്ന് കിട്ടാറുണ്ട്. ഞാൻ മര്യാദക്ക് നോർമലി ചിരിക്കാതെ നോർമലി ഒരിടത്ത് ഇരിക്കുകയാണെങ്കിൽ they will say, ഓ അഹങ്കാരിയാ, ജാടക്കാരിയാ, പോയി മിണ്ടത്ത്, അങ്ങനത്തെ ഒരു ഫേസ് ആണ് എനിക്കുള്ളത്. അത് എന്റെ സ്വന്തമായി കസേരയുള്ള മാൻ, ചെയർമാൻ ആണോ? അപ്പൊ സെയിം ലെവല, കുഴപ്പമില്ല. സിനിമകളിൽ ഇല്ലാത്ത ആക്ഷൻ ഇത് പറയൂല. ഫ്രിക്ഷൻ. എല്ലാവരും ബഹുമാനിക്കുന്ന തലമുടി അല്ല. റെസ്പോൺസിബിലിറ്റിയുടെ മലയാളം എന്താ? മലയാളം എനിക്ക് അത്രയ്ക്ക് അറിയൂ. ഓ ദുബായിക്കായി. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. പറയാൻ ഏറെ ഉള്ളപ്പോൾ അറിയാൻ ഏറെയുമ്പം. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറയിൽ ഇന്ന് എൻ്റെ കൂടെ ഇരിക്കുന്ന സെലിബ്രിറ്റീനെ കുറിച്ച് വിശേഷിപ്പിക്കാൻ ചെറിയ വാക്കുകളൊന്നും പോരാ. പ്രൊഫഷൻ വൈസ് ആണെങ്കിലും ഒന്നിലൊതുക്കാൻ പറ്റുന്നതല്ല. പക്ഷെ എന്നാൽ പോലും ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു ക്യാബിൻ ക്രൂ എയർ ഹോസ്റ്റസ് എന്നുള്ള രീതിയിൽ ഞാൻ പറയാം. ബാക്കി വിശേഷങ്ങൾ നമ്മൾ വഴിയേ അറിയും. യെസ്, സൈനബ് റോഷൻ, വെൽക്കം. ഹായ്, സുഖാണോ? ഞാനപ്പ ഇൻട്രോയില് പറഞ്ഞത് കറക്റ്റ് അല്ലേ? അങ്ങനെ വിശേഷിപ്പിക്കാലോ? യെസ്, ഐ എം സോ ഹാപ്പി ടു ഹിയർ ദാറ്റ്. പക്ഷെ സ്വന്തമായിട്ട് ഞാൻ എന്റെ പറയാറില്ല. എന്തിനാ വെറുതെ. ഞാൻ ആക്ച്വലി ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്ത സമയത്തെ എന്റെ ഒരു വൺ ഓഫ് ദ ക്ലോസ് കസിൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു, എങ്ങനെയാ അറിയുന്നേ, കൂടുതൽ എന്തെങ്കിലും ഇനി അറിയാമോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഞാനിങ്ങനെ ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, വേറെ പരിചയമൊന്നുമില്ല, ഇൻസ്റ്റയിൽ കണ്ടിട്ട് ഫോളോ ചെയ്യുന്നതാ, പക്ഷെ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് അതും കൂടെ ഒന്ന് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കിതൊരു ഫോളോ ചെയ്യുന്ന കൂടുതൽ ആൾക്കാർ, ഞാനിപ്പോ കമന്റ്സ് നോക്കുമ്പോഴാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും ഭയങ്കര ഇൻസ്പയറിംഗ് ആന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് നേരിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ കേൾക്കാൻ ഇഷ്ടമാണോ? കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ, മോർ ദാൻ ഹാപ്പി. അത് കേൾക്കുമ്പോ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഓക്കെ, നമ്മൾ ചെയ്തതിനൊക്കെ ഒരു ലാസ്റ്റ് ഒരു ബെനിഫിറ്റ്, മീൻസ് അത് ആൾക്കാർ കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഫീലിംഗ് വരുന്നുണ്ട്. കേൾക്കാൻ ഇഷ്ടമാണ്. പിന്നെ കുറെ പേര് പറയാറുണ്ട് നേരിട്ട്. അപ്പൊ ഞാനത് ഓക്കെ, താങ്ക് യു. എനിക്ക് കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആണെന്നാണോ? ഗ്രേറ്റ്ഫുൾ. അപ്പം ഇൻസ്പയറിംഗ് ആണ്, കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞു. ഞാൻ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്ത സമയത്ത് കുറച്ച് ഇത് പറഞ്ഞ എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂ ലെങ്തി ആയി തോന്നുന്നു. കാരണം ഹെന്ന ആർട്ടിസ്റ്റ് മുതൽ തുടങ്ങിയാൽ പിന്നെ അങ്ങോട്ട് സെയിൽസ് പ്രൊമോട്ടർ, ഡാൻസർ, ഇലക്ട്രോണിക് മെർച്ചൻഡൈസർ, സെയിൽസ് സൂപ്പർവൈസർ, മോഡൽ, ഇവന്റ് എക്സിബിറ്റർ, ട്രേഡ് അനലിസ്റ്റ്, ഫാർമസി ടെക്നീഷ്യൻ, ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ, അംബാസിഡർ ആൻഡ് ഫൈനലി ക്യാബിൻ ക്രൂ എയർ ഹോസ്റ്റസ്. എങ്ങനെ സാധിക്കുന്നു ഇത്രയും ജോലികൾ ഒരാള്? എനിക്ക് തോന്നുന്നു 23rd ഇയറിൽ സ്റ്റാർട്ട് ചെയ്തതാന്ന് തോന്നുന്നു. ഇപ്പോ ഏജ് റിവീൽ ചെയ്യാൻ പറ്റുമെങ്കിൽ? ഐ മീൻ മൈ ക്യാബിൻ ക്രൂ ലൈഫാണ് ഞാൻ 23rd സ്റ്റാർട്ട് ആക്കിയത്. ബട്ട് ഞാൻ എന്റെ ഫസ്റ്റ് ജോബ് സ്റ്റാർട്ട് ചെയ്ത് അറ്റ് ദി ഏജ് ഓഫ് മൈ 16. സോ നൗ റിവീൽ ആക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ആരും ഇനി വയസ്സൊന്നും കൂട്ടി പറഞ്ഞു. ഐ എം നൗ 26. അപ്പൊ 10 years ആയിട്ട് വർക്കിംഗ് ആണ്. 10 years ആയിട്ട് വർക്കിംഗ് ആണ്. ലൈക്ക് ഐ ജസ്റ്റ് ജാനുവരി 2016 ഞാൻ സ്റ്റാർട്ട് ആക്കിയത്. സോ ഇപ്പോ 10 years ആയി. ഞാൻ 10 years ആനിവേഴ്സറി ഒക്കെ നല്ല വലുതായിട്ട് സെലിബ്രേറ്റ് ആക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടിരിക്കുകയാണ്. സോ ദാറ്റ്സ് എ ബിഗ് അച്ചീവ്മെന്റ് ഫോർ മീ ഫോർ ദിസ് ഇയർ. അപ്പൊ അങ്ങനെ വരെ നമുക്ക് സെലിബ്രേഷൻ ഇനി കാണാൻ പറ്റും എന്നാണോ പറഞ്ഞിരുന്നു? ഒരു ഗ്രാൻഡ് സെലിബ്രേഷൻ ഹോപ്പ്ഫുള്ളി. ഗ്രാൻഡ് ആയിട്ടൊന്നുമല്ല, ബട്ട് ഐ ലൈക്ക് ടു ഓൾവേസ് എന്താ ഗിഫ്റ്റ് മൈസെൽഫ്. ഐ ഓൾവേസ് ഫീൽ ലൈക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെറുതാണെങ്കിൽ വലുതാണെങ്കിൽ നടന്നാലും ഐ ഡിസേർവ് ടു സെലിബ്രേറ്റ് ഇറ്റ്. അപ്പൊ എന്നെ കൊണ്ട് സന്തോഷം
ആവുന്ന രീതിയിൽ ഞാൻ ചെറുതിട്ട് വലുതായിട്ട് സെലിബ്രേറ്റ് ആക്കും. അത് നമുക്ക് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് ഈ 16th ഏജ് മുതൽ ആ ചെറിയ പ്രായം മുതൽ ഇത്രയും ജോലികൾ ചെയ്യാൻ വേറെ ഇപ്പം എനിക്ക് തോന്നുന്നു സൈനബ് എന്ന് വിളിക്കാനും കുഴപ്പമില്ല, സൈനബ് കുറെ പേർക്ക് ഇൻസ്പയറിംഗ് ആന്ന് പറഞ്ഞു. സൈനബിന്റെ ഇൻസ്പിറേഷൻ എന്തായിരുന്നു? My inspiration is just to, honestly speaking, make money. I mean, ഇപ്പോഴത്തെ കാലത്ത് പൈസ ഇല്ലാതെ ഒരു കാര്യം നടക്കൂല, ജീവിക്കാൻ പറ്റൂല. ജീവിക്കാൻ പൈസ തന്നെ വേണം, പൈസയുള്ള കാര്യത്തിന് പൈസ തന്നെ വേണം. സോ അപ്പോഴത്തെ സിറ്റുവേഷൻസ് വെച്ചിട്ടാണ് ഞാൻ ജോലിക്ക് പോവാൻ തുടങ്ങിയത്. അല്ലാതെ ഫ്യൂച്ചറിൽ എനിക്കൊരു ഇൻസ്പിറേഷൻ ആവണം, ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനൊക്കെ ആൾക്കാർ അറിയണം, അല്ലെങ്കിൽ എനിക്ക് പല ജോലികളും ചെയ്തിട്ട് കുറെ മൾട്ടി ടാലന്റ് ആവണം എന്നൊന്നും വെച്ചിട്ടല്ല ഞാൻ തുടങ്ങിയത്. ആയിപ്പോയതാണ്. ആൻഡ് ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ വെറുതെ ഒന്ന് നോർമലി എന്റെ ഒരു ജേർണി പോസ്റ്റ് ചെയ്തപ്പോ ഇത്രത്തോളം ഒരു ഹൈപ്പ് കിട്ടും, അല്ലെങ്കിൽ ആ വീഡിയോ ഇത്രത്തോളം ആൾക്കാരുടെ റീച്ച് ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത് കുറെ ആൾക്കാരുടെ അടുത്ത് എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഇൻസ്പിറേഷൻ ആയിരുന്നു എന്ന്. കാരണം ഐ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ UAE. സോ അവിടെ മിക്കതും എനിക്കൊന്ന് ഇപ്പോഴത്തെ കാലത്തുള്ള കുറെ മക്കളും, ലൈക്ക് ഇവൻ നാട്ടിലാണെങ്കിലും വേറെ ഏത് രാജ്യത്താണെങ്കിലും എല്ലാരും പാർട്ട് ടൈം ചെയ്യുന്നുണ്ട്. പണ്ടത്തെ കാലത്താണ് ദാറ്റ് വാസ് വെരി ലൈക്ക് അബ്നോർമൽ ഓറൽസ് ഭയങ്കര ഷോക്ക് ആവാ നമ്മളുടെ കുടുംബത്തിലുള്ള പെണ്ണുങ്ങള് പാർട്ട് ടൈം ജോലിക്കോ അല്ലെങ്കിൽ ജോലിക്ക് പോവാണെങ്കിൽ തന്നെ. ഇപ്പൊ കുറെ പേരും, ഐ തിങ്ക് 90% ഓഫ് ദി പീപ്പിൾ ഹാവ് ദി സെയിം സ്റ്റോറി ഐ ഗെസ്. എല്ലാരും പാർട്ട് ടൈം ചെയ്യുന്നുണ്ട്, എല്ലാരും മൾട്ടി ടാലന്റഡ് ആണ്, ഒരാൾ ഒരു കാര്യം മാത്രമല്ല. സോ ഞാൻ അതൊരു നോർമൽ ആയിട്ടാണ് കൺസിഡർ ആക്കിയത്. ഈ ജോലികളൊക്കെ ചെയ്തപ്പോ ആൾക്കാർ അറിയാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓ ഇത് വലിയ സംഭവമായിരുന്നല്ലേ, എനിക്ക് ഇത് ഇൻസ്പിറേഷൻ ആയിരുന്നല്ലേ. ഞാനത് വെറുതെ പോസ്റ്റ് ആക്കിയതാ. സോ ആ സമയത്ത് തന്നെ കുറെ ജോലി ചെയ്യണമെന്നുണ്ടായിരുന്നില്ല. ഒരു ജോലി അപ്പൊ ചെയ്തു. ഹെന്ന ആർട്ടിസ്റ്റ് ആയിട്ട് ഞാൻ തുടങ്ങിയത് അറ്റ് ദി ഏജ് ഓഫ് മൈ 16. ഞാൻ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുക. എനിക്ക് ആകെ ആ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനേ ഉള്ളൂ. അപ്പോഴത്തെ എന്റെ ടാലന്റും അത് മാത്രമായിരുന്നു, എനിക്ക് വേറൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ ആ ടാലന്റ് വെച്ചിട്ട് നമ്മൾ മണിയിലേക്ക് അത് കൺവേർട്ട് ചെയ്തു എന്നുള്ളതിലാണല്ലോ വലിയ കാര്യം. ഇപ്പൊ നമുക്ക് പല കഴിവുകളും ഉണ്ടാവും, പക്ഷെ നമ്മൾ പോലും അത് തിരിച്ചറിയാതെ നമ്മള് ഓക്കെ പഠിച്ചൊരു ജോലിയായിട്ട് നമുക്ക് എന്തെങ്കിലും പൈസക്ക് ഇത് നോക്കാം. പക്ഷെ അത്രയും യങ് ഏജിൽ അത്രയും ബ്രില്യന്റ് ആയിട്ട് ചിന്തിക്കാൻ പറ്റണ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. ഇൻഡിപെൻഡൻസ് എന്ന് പറയണത് നമുക്ക് ആരെങ്കിലും തരേണ്ടതല്ലല്ലോ, നമ്മൾ തന്നെ അത് ഗെയിൻ ചെയ്തു എന്ന് തോന്നുന്നു അല്ലെ. ഇപ്പൊ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരു 100 പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുള്ളൂ, പക്ഷെ ഫോളോവേഴ്സ് ഒരു 90+ അബവ് ഫോളോവേഴ്സ്, 90K പ്ലസ് ഫോളോവേഴ്സുമായി. എനിക്ക് ഇത്രയും ചെറിയ പോസ്റ്റുകൾ ഇട്ടിട്ട് ഒരു കോണ്ടന്റ് ക്രിയേഷൻ ജേർണിയിലേക്കും ഓട്ടോമാറ്റിക്കലി ഭയങ്കര ഹൈപ്പ് ത്രൂ വന്നു തോന്നുന്നു അല്ലെ. അത് എന്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, ഞാൻ എപ്പോഴും ഇൻസ്പിറേഷണൽ ജേർണിയാണ് ഇടുന്നത്. ഐ മീൻ എന്റെ പാസ്റ്റ് 2 years പ്രസന്റ്. അത് ഇൻസ്പിറേഷണൽ ആയിട്ട് ഇടുന്നല്ല. ഈ ഒരു വീഡിയോ മാത്രമല്ല, വേറെ കുറെ വീഡിയോസ് എന്റെ ഫാമിലിയിൽ ഉണ്ടായിരുന്ന കുറച്ച് ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ്, അപ്പൊ അതൊക്കെ സംഭവം എന്റെ പാസ്റ്റ് വീസ് പ്രസന്റ് ഇടുമ്പോ അതിന് റീച്ച് ആക്ച്വലി കൂടുന്നത് എന്റെ ട്രാൻസ്ഫോർമേഷൻ കാരണം. ഞാൻ പണ്ടിരുന്ന ഒരു കോലം വേറെ ആയിരുന്നു, ഇപ്പൊ ഇരിക്കുന്ന കോലം അതിപ്പോഴും അങ്ങനെ തന്നെയാണ് മനസ്സുകൊണ്ട്. പുറത്ത് മാത്രം ഗ്രൂമിങ് മാറിയെന്നേ ഉള്ളൂ. കാരണം എന്റെ ഇപ്പോഴത്തെ വർക്ക് ഫീൽഡിലും എന്റെ കരിയറിൽ ഞാൻ ആ ഒരു ഗ്രൂമിംഗ് ആണ് ഇപ്പൊ ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല. ഐ മീൻ നമുക്ക് ഓരോ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോഴെങ്കിൽ ഓരോ ലൈഫ് സ്റ്റൈലിലും കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്, നമ്മളത് കൊണ്ടുപോകണ്ടേ. ഞാന് ഐ മീൻ എന്റെ കമ്പനിയിൽ തന്നെ എനിക്ക് ഹിജാബ് ഇട്ടിട്ട് ജോലി ചെയ്യാൻ അലൗഡ് അല്ല. സോ അതുകൊണ്ടാണ് എന്റെ ഗ്രൂമിങ് എനിക്ക് മാറ്റേണ്ടി വന്നത്. പിന്നെ എന്തോ പ്യൂബർട്ടി ഹിറ്റ് എന്നൊക്കെ പറയുന്നത് ഹിറ്റ് സോ ഹാർഡ് എന്ന് പറയും. ഞാൻ ആക്ച്വലി ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, ബട്ട് പണ്ടത്തെ അതിൽ നിന്ന് ഇതിലോട്ട് ട്രാൻസ്ഫോർമേഷൻ വന്നു. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരിലോട്ട് അത് റീച്ച് ആയത്. സോ മിക്കതും പറഞ്ഞു കഴിഞ്ഞാൽ എവിടേക്കോ കുറച്ച് നെഗറ്റീവ് ആണ്. ഹിജാബ് ടു നോൺ ഹിജാബ്, പിന്നെ ഡ്രസ്സിങ് സ്റ്റൈല്. സോ ആ ഒരു എന്റെ ജേർണി, എന്റെ ജോലി ചെയ്ത ജേർണി വീഡിയോയിൽ പോലും ആദ്യം ഹിജാബ് ഇട്ട ഫോട്ടോ ആയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു അത് കൂടുതൽ ആൾക്കാരുടെ അടുത്ത് റീച്ച് ആവാൻ വേണ്ടി പറ്റിയ. ഇപ്പോഴത്തെ കുറെ എല്ലാരും ചെയ്യുന്നതൊക്കെ ഫുള്ള് ഡബ് സ്മാഷും അല്ലെങ്കിൽ ലിപ്സിംഗും ഡാൻസും ആക്ടിങ് ഒക്കെയാ. ഞാൻ കൂടുതൽ അതൊന്നും അല്ല, പക്ഷെ സ്വന്തം ലൈഫാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുറെ ആൾക്കാര് സ്വന്തം ലൈഫ് കാണിക്കാൻ മടിയാ അവർക്ക്. എവിടേക്കോ അവർക്ക് അതൊരു വാലിഡേഷൻ ആൻഡ് ഭയങ്കര കോൺഷ്യസും ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് ഉണ്ട്. അവരവരുടെ ഹാപ്പി
പോഷൻ മാത്രം പോർഷൻ മാത്രമേ കാണിക്കുന്ന, കാണിക്കുള്ളൂ അവരുടെ ലൈഫിൽ. അവരുടെ ആ ഒരു സാഡ് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നടക്കുന്ന ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊന്നും കാണിക്കാറില്ല. അതെ. അതിന്റെ ആക്ച്വലി ആവശ്യമില്ല. ഇപ്പൊ ആൾക്കാരെല്ലാരും പറയുന്നത് ഇതിപ്പോ കാണിച്ചിട്ട് എന്താക്കാനാ. അപ്പൊ ഞാനും അങ്ങനത്തെ ഉള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾ തന്നെയാണ്. പക്ഷെ ഈ ഒരു ജേർണീസ് ഒക്കെ ഇട്ടത് എന്നെ പോലത്തെ എത്ര ഗേൾസ് ഉണ്ടാവും ഈ ലോകത്ത്. തീർച്ചയായും. അപ്പൊ അവർക്ക് ഒരാൾക്കെങ്കിലും ഇപ്പൊ ലൈക്ക് യു Inspiring സെഡ് ആയാൽ, ലൈക്ക് yeah. യുവർ കസിൻ ഇസ് for me one person is look up to I mean they're looking up to me is a big thing for me. ഒരു എയർ ഹോസ്റ്റേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ക്യാബിൻ ക്രൂ ആയിട്ട് വർക്ക് ചെയ്യാന്ന് എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട എല്ലാ പെൺകുട്ടികളുടെയും ഒരു ആഗ്രഹമാണ് ഒരു ക്യാബിൻ ക്രൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ അവർ മറ്റേ സ്റ്റൈലായിട്ട് ബാഗൊക്കെ പിടിച്ച് ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല, ഓ ഇത് കൊള്ളാലോ ഈ ജോലി, ഇതിന് കയറി, അങ്ങനെയൊക്കെ നമുക്ക് തോന്നൂലോ. അപ്പൊ ഇപ്പോ ആ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ കുറെ കൺട്രീസ്, ശരിക്കും എത്ര കൺട്രീസ് വിസിറ്റ് ചെയ്തു? 56. ഓ മൈ ഗോഡ്. അത്രയും കൺട്രീസ് വിസിറ്റ് ചെയ്ത് ഈ ഒരു കരിയറിൽ നിൽക്കുമ്പോൾ ഹൗ ഈസ് യുവർ ക്യാബിൻ ക്രൂ ലൈഫ്, ഓർ ഹൗ ഡു യു ലുക്ക് അപ്പ്? ഇപ്പോഴത്തെ എന്റെ ക്യാബിൻ ക്രൂ ലൈഫ് എങ്ങനെയെന്നാണോ? വെരി എക്സൈറ്റിംഗ്, വെരി അഡ്വഞ്ചറസ്. ഞാൻ എന്റെ ബയോയിൽ കൊടുത്തിരിക്കുന്ന ലിവിങ് മൈ ഡ്രീം, വിച്ച് ഈസ് വെരി ട്രൂ. കൊറേ ഫ്ലാഗിന്റെ ചിഹ്നമുണ്ട്, എന്നിട്ട് തീരുന്നില്ല. പക്ഷെ ഹൈലൈറ്റ്സിൽ കുറച്ച് കൺട്രീസിന്റെ മാത്രമല്ലേ കൊടുത്തിട്ടുള്ളൂ. അതിനി ഞാൻ ഇങ്ങനെ ബയോ നോക്കിയ സമയത്ത് എത്രയാ കൺട്രീസ്, അതാ ഞാൻ ചോദിച്ചത്. ഞാൻ എന്നിട്ടോ തീരുന്നില്ല. എന്നാ പിന്നെ നിങ്ങൾ തന്നെ പറയട്ടെ, ഈ 56 കൺട്രീസിലും എന്താ പറയാ പോയി അവിടെ വിസിറ്റ് ചെയ്തു. എങ്ങനെ ഉണ്ടായിരുന്നു എന്താണ് ഓരോ കൺട്രീസിൽ നിന്ന് ഡിഫർ ചെയ്ത ആ ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ എന്തായിരുന്നു ഓരോ കൺട്രിയും വിസിറ്റ് ചെയ്യാനുള്ള? ഓരോ കൺട്രീസിലെ കൾച്ചർ, പിന്നെ നമ്മൾ പുറത്തതായിട്ട് നോർമലി ചെറുപ്പത്തൊട്ട് കേട്ടിട്ടുള്ള ഹൈപ്പ് ഉണ്ടാവില്ലേ, ഓരോ രാജ്യത്തെ ഓരോ മോണ്യുമെന്റ്സ്, അവരുടെ ഫുഡ്, ഹിസ്റ്റോറിക്കൽ സംഭവങ്ങള്, വേൾഡ് വണ്ടേഴ്സ്. അപ്പൊ ഇതൊക്കെ നമ്മൾ വെറും ബുക്കിൽ മാത്രം കാണുന്നു. പിന്നെ ഇപ്പോഴത്തേക്ക് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നു, സിനിമയിൽ കാണുന്നു. സോ ഇതൊക്കെ കാണുമ്പോ പണ്ട് ചെറുപ്പത്തൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതൊക്കെ എന്റെ ലൈഫിൽ നടക്കുമെന്ന്. അപ്പൊ ഇതിപ്പോ ഒരിക്കലും കാണൂല. ഐ മീൻ എന്റെ ലൈഫിൽ എന്നല്ല, എന്റെ ഫാമിലിയിൽ തന്നെ ഫസ്റ്റ് പേഴ്സൺ ആണ് ഹു ആക്ച്വലി വെന്റ് ഇന്റർനാഷണൽ ആൻഡ് ട്രാവലിംഗ്. ദുബായിൽ കുറെ പേര് വന്നിട്ട് താമസിച്ചിട്ടുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ ട്രാവലിംഗ് എന്ന് പറഞ്ഞിട്ട് വേറെ രാജ്യത്തോട്ട് പോയ ഒരാള്, എന്തിന് നമ്മളുടെ ഫാമിലിയിൽ തന്നെ അമേരിക്കയിൽ പോയത് ഫസ്റ്റ് ആള് ഞാനാ. ഇതുവരെയായിട്ട് വേറെ ആരും പോയിട്ടുമില്ല. ഒന്നുമില്ല, കളിയാക്കല്ലേ. നമ്മള് ഐ മീൻ മിഡിൽ ക്ലാസ് എന്നൊരു പേരിന് വേണ്ടി പറയുന്നതാ. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു ജോലിക്ക് കയറിയതിന് ശേഷമാണ് മിഡിൽ ക്ലാസ് എങ്കിലും ആയത്. ദുബായിൽ ജനിച്ച് വളർന്ന പുവർ ഫാമിലി എന്ന് കേട്ടിട്ടുണ്ടോ? അതാണ് വേറൊരു ലെവലാണല്ലോ. പണ്ടേ തൊട്ട് ആൾക്കാർ പറയുന്നല്ലേ, ഏതൊരാളും പ്രവാസി എന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാല് വലിയ എന്തോ സംഭവം. നാട്ടിലോട്ട് ലീവിന് വരുമ്പോ ഒരു iPhone 17 കൊണ്ടുവന്നോ, ഒരു ഇത് കൊണ്ടുവന്നോ, അതൊന്ന് നല്ല നോർമലായിട്ട് ഈസി ആയിട്ട് പറയും. ഐ എം വെരി ലൈക്ക്, ഈ പണ്ടൊക്കെ ഇല്ല കുറെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ഒരാളുടെ അടുത്ത് നമ്മുടെ ലൈഫ് എങ്ങനെയാ ദുബായിൽ എന്ന് പറയുമ്പോ. ഇപ്പൊ ഭാഗ്യം കൊണ്ട് മറ്റേ ഒരു സിനിമ വന്നല്ലോ, വാഴ 2. അതുകൊണ്ട് ഇപ്പൊ ഞാനില്ല കൂടുതൽ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യാറില്ല. ഞാന് പറയും വാഴ 2 കണ്ടിട്ടുണ്ടോ, അതിനകത്ത് ലൈഫ് കണ്ടിട്ടുണ്ടോ, അതന്നെയാ സെയിം. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അതാണ് ആക്ച്വലി മിക്ക പ്രവാസികളുടെ ലൈഫ് ദുബായില്. അതുപോലെ പ്രവാസികളെ ലൈഫ് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു മൂവിയെ പത്തേമാരി. പക്ഷെ അത്രയും ഡാർക്ക് അല്ലാന്ന് തോന്നുന്നു അല്ലേ? പത്തേമാരിയൊക്കെ പിന്നെ കുറെ ആയിപ്പോയി. പിന്നെ മറ്റേ ആട് ജീവിതം, അതൊക്കെ കുറച്ചും കൂടെ അത്രയ്ക്കൊന്നും ഇല്ല. ഐ മീൻ ഞാൻ അവിടെ ഒരു സിംഗിൾ ആയിട്ടോ ബാച്ചിലർ ആയിട്ടോ ഉള്ളൊരു നിന്നൊരു ലൈക്ക് നമ്മൾ ഫാമിലി ആയിട്ട് നിന്നതല്ലേ. സോ അതുകൊണ്ട് അത്രയ്ക്കുള്ള ഒരു ബുദ്ധിമുട്ട് ഗ്രേറ്റ്ഫുൾ അൽഹംദുലില്ലാ അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ എവിടേക്കോ മിഡിൽ ക്ലാസ് ഒന്നും പറയാൻ പറ്റൂല. വി വെയർ ലൈക്ക് പുവർന്റെയും മിഡിൽ ക്ലാസിന്റെ ഇടയില്. ഇപ്പോഴാണ് നമ്മളൊന്ന് മിഡിൽ ക്ലാസ് ആയത്. അതുകൊണ്ട് എന്റെ ഫാമിലിയിൽ ഇതൊരു വലിയ സംഭവം, ദാറ്റ് ഐ എം ട്രാവലിംഗ് ആൻഡ് ഐ വെന്റ് ടു ദീസ് കൺട്രീസ് ആൻഡ് ഓൾ. പിന്നെ ഈ ഒരു ജോബിൽ നിൽക്കാൻ വേണ്ടി പറ്റുന്ന തന്നെ എനിക്ക് കുറെ കാര്യങ്ങൾ പുതിയതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, കുറെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത് എന്തൊരു കാര്യത്തിലാണെങ്കിലും, ഫുഡ്, ഡ്രസ്സ്, കൺട്രീസ്, അതിലൊക്കെ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ. എന്റെ സോഷ്യൽ മീഡിയയിൽ അതിന്റെ പകുതിയോളം കാണാത്തത് ആക്ച്വലി ഞാനൊരു സോഷ്യൽ ഫ്രീക്ക് അല്ല. എനിക്കത് എങ്ങനെ ഞാൻ എടുക്കുന്ന ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് തൊട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ ഈ കൺട്രീസിൽ ആക്ച്വലി പോയിട്ടുണ്ടെന്ന്. കാരണം ഞാൻ ഓരോ രാജ്യത്ത് പോവാൻ അപ്പൊ ഞാൻ ഒരു 3-4 സ്റ്റോറീസ് വിടും.
പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ അത് കൂടുതൽ പോസ്റ്റ് ചെയ്യാനോ ഹൈലൈറ്റിൽ നിൽക്കാനോ നിൽക്കൂല. പിന്നെ ട്രാവലിംഗ് ഇഷ്ടമാണ്, പക്ഷെ ഇത്രത്തോളം ട്രാവലിംഗ് ചെയ്യണമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു മാസം ഒരു രാജ്യം ഈസ് ഓക്കെ. ഇത് ട്രാവലിംഗ് ഇഷ്ടാന്ന് പറഞ്ഞിട്ട് 5-6 അങ്ങ് എടുത്തു കഴിഞ്ഞാല് പ്രോസസ് ആവണ്ടേ. ഒന്നിന് പോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കായിരിക്കും അടുത്തതിന് വേണ്ടി സൂട്ട് കേസ് ഇതാക്കുന്നത്. പിന്നെ നമ്മള് ട്രാവലിംഗ് മാത്രമല്ലല്ലോ ചെയ്യുന്നത്, ജോലി ചെയ്തിട്ട് ട്രാവൽ ചെയ്യല്ലേ. അതിന്റെ നല്ലോണമുള്ള ജെറ്റ് ലാഗ് ഉണ്ട്, ടയർഡ്നെസ് ഉണ്ട്, ഫെറ്റീഗ് ഉണ്ട്. സോ അതൊക്കെ ഒന്ന് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ആ ഒരു കൺട്രി ഞാൻ പോയതിന്റെ എൻജോയ് എന്നിട്ടും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ, ബിക്കോസ് ഐ റിയലി ലവ് ട്രാവലിംഗ്. പക്ഷെ അത് സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നുള്ളൊരു സംഭവം എനിക്കില്ല. ഞാൻ അവിടെ പോയി, ഞാൻ എൻജോയ് ചെയ്തു, ഞാൻ എന്റെ കണ്ണോട് കണ്ടു. മൈ സോൾ ഇസ് അറ്റ് പീസ്, ഐ ആം ഹാപ്പി. അത് മാത്രമേ ഉള്ളൂ. എനിക്ക് പുറത്തൊരാൾക്കാരെ കാണിക്കണം, ഷോ ഓഫ് ആക്കണം, ബ്ലഫ് ആക്കണം എന്നുള്ള സംഭവം ഇല്ല. പക്ഷെ ഇടയ്ക്കൊക്കെ ഞാൻ ഇടും കാര്യങ്ങൾ, ചെറിയൊരു ഹാപ്പിനെസ്. ഇനി അങ്ങോട്ടേക്ക് അത് ചെയ്യണം എന്നുണ്ട്. പ്രോപ്പർ ആയിട്ട് ഞാനിപ്പോ കുറെ എടുത്തു വെച്ചിട്ടുണ്ട് കണ്ടന്റ്. തുടങ്ങണം. ഇനി ഞാൻ തുടങ്ങും. അതന്നെ നെക്സ്റ്റ് നമ്പർ 1 യൂട്യൂബർ കേരള. ഇങ്ങനെ പോയാ ഞാൻ കുറെ ആവും. പക്ഷെ ശരിക്കും പറഞ്ഞ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റാത്ത, പിന്നെ എനിക്ക് തോന്നുന്നു സൈനബിനെ പോലെ തന്നെ ജീവിക്കുന്ന, ഓഫ് ക്യാമറ ബാക്ക് ദ ക്യാമറ ഇതേ ലൈഫ് സ്റ്റൈല് ലീഡ് ചെയ്യുന്ന കുറെ പെൺകുട്ടികൾ ഇതുപോലെ രാജ്യം കാണണം എന്ന് ആഗ്രഹമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും. ഇതൊക്കെ ഒരു പ്രൊമോഷൻ അല്ലേ? അങ്ങനെ യൂട്യൂബ് ചാനൽ പറഞ്ഞാൽ മതി. പേര് ഉണ്ടോ, തുടങ്ങിയിട്ടുണ്ടോ പേജെങ്കിലും? ഇല്ല, തുടങ്ങിയിട്ടില്ല. തുടങ്ങണം ആഗ്രഹമുണ്ട്. സോ എന്റെ ഇപ്പൊ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, ലൈക് ഫാമിലി മാത്രല്ല, എന്റെ ഫാമിലിനും കാട്ടി ഇപ്പൊ സോഷ്യൽ മീഡിയയില് കൂടുതൽ അത് ചെയ്ത് ഇപ്പൊ എന്റെ മമ്മി പോലും ഇല്ല. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഞാൻ എന്റെ മമ്മിക്ക് പേഴ്സണലി അയച്ചു കൊടുക്കും. ഏതൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാലും ഞാൻ വീഡിയോ കോൾ ചെയ്യും, എന്നിട്ട് മമ്മിക്കും കൂടെ കാണിച്ചു കൊടുക്കും. ഇത് കണ്ടില്ലേ, ഇതാ പാരീസിലെത്തി, ഇതാ എഫൽ ടവർ ആണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ നേരത്ത് മമ്മി പറയും, ഇതൊക്കെ ഫോട്ടോസ് എടുത്തിട്ട് നീ സ്റ്റോറി ഇടുക, 4 ആൾക്കാരൊന്ന് കാണട്ടെ. ഇതിനും കാട്ടി കൂടുതൽ എൻകറേജ്മെന്റ് ആണ് എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തുനിന്ന്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ല, എന്നെ കൂടുതൽ സപ്പോർട്ടിങ് ആ. നമ്മൾ നിനക്ക് വീഡിയോ എഡിറ്റ് ആക്കി തരാം, പിക്ചേഴ്സ് എഡിറ്റ് ആക്കി തരാം. എന്നിട്ടാണോ ഇങ്ങനെ ഇരിക്കുന്നേ? അതിലുള്ള ആൾക്കാരാണ് ഇതാ അവിടെ ഒന്നും ഇരിക്കുന്നത്. സോ ഇനി വേണം തുടങ്ങാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും. പക്ഷെ ആ ഒരു 56 കൺട്രീസ് ഇനിയും റീവിസിറ്റ് ചെയ്യോ? അതാണിപ്പോ റീവിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോയ സ്ഥലങ്ങൾ തന്നെയാണ്. കാരണം നമ്മുടെ ജോലിയല്ലേ അത്. ഐ എം ആക്ച്വലി 3 years ഇൻ ദിസ് ഏവിയേഷൻ ഫീൽഡ്. ഇതിനകത്ത് എപ്പോഴും ഞാൻ പുതിയ കൺട്രി ആയിരുന്നെങ്കിൽ ഒരു മാസം ഞാൻ 5 കൺട്രി വെച്ച് മിനിമം പോകുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോ ഈ ലോകത്ത് ആക്ച്വലി 196 സിറ്റീസ് ഉള്ളത്. ആ 196 ഞാനിപ്പോ കവർ ചെയ്യേണ്ട ടൈം കഴിഞ്ഞു. പക്ഷെ സെയിം കൺട്രിയിലോട്ട് വീണ്ടും പോകുന്നത് കൊണ്ടാണ് ഇപ്പൊ ഇത്ര ആയിട്ടുള്ളൂ. വ്ലോഗൊക്കെ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇൻഷാല്ലാ ഞാൻ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ എനിക്ക് ഒരു പ്രിവിലേജ് ഉണ്ടാവും. അപ്പൊ വീണ്ടും എനിക്ക് തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. ഇനി ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കമന്റ്സ് നോക്കിയ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ കൂടുതലും പോസിറ്റീവ് കമന്റ്സ്. അതിൽ മെജോറിറ്റി വന്ന കമന്റ്സ് ഉണ്ട് സൈനബ് കമ്മിറ്റഡ് ആണോ? അതൊരു ഹൈലൈറ്റ് സാധനമാണ്. എല്ലാത്തിന്റെ അടിയിലും ആ ഒരു കമന്റ് ഞാൻ കാണുന്നത്. ശരിക്കും കമ്മിറ്റഡ് ആണോ? പറയാൻ പറ്റും. കമ്മിറ്റഡ് അല്ല, ഒരു ടഡും അല്ല. ഒരു ഷിപ്പിലും അല്ല. പിന്നല്ലാതെ ഇപ്പോഴത്തെ കുറെ മോഡേൺ ജനറേഷന്റെ കുറെ വേർഡ്സ് ഒക്കെ ഉണ്ടല്ലോ. ജെൻസി അല്ലേ? ഞാൻ ജെൻസി ആണോ? 2000 അല്ല, ഞാൻ 1999 ആ. സോ വിച്ച് മീൻസ് ഐ എം എ മില്യനിയർ. ജസ്റ്റ് ഒന്ന് തെന്നിപ്പോയോ? ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും തെന്നിപ്പോയി. അതും നവംബർ. ഒരു മാസം കൂടി ആയിരുന്നെങ്കിൽ ഞാൻ ജെൻസി ആയിരുന്നു. ഐ ഡോണ്ട് നോ എക്സാക്ട്ലി അതിന്റെ ഒരു നവംബർ. വിച്ച് ഡേറ്റ്? 25 Sagittarius. I am a Scorpio. November 6th. But everybody same ആണ്. But Sagittarius is very emotional. Yeah, I'm very emotional. Okay. അപ്പൊ നമുക്കൊരു ചെറിയ സെഗ്മെന്റിലേക്ക് പോയാലോ? ഒരു റാപ്പിഡ് ഫയർ. ഓക്കെ, നമുക്ക് ചിന്തിക്കാൻ അധികം സമയമൊന്നുമില്ല, പെട്ടെന്ന് ആൻസർ ചെയ്യണം. ഓക്കെ. ലാസ്റ്റ് ലൈ യു ടോൾഡ്. ലാസ്റ്റ് പറഞ്ഞൊരു കള്ളം എന്തായിരിക്കും? ഇവിടെ ഈ ഇന്റർവ്യൂല് കള്ളം പറഞ്ഞോ? ഇല്ല. ഉറപ്പാണ്. ഓക്കെ, അപ്പൊ ഇതിനു മുന്നേ പറഞ്ഞൊരു കള്ളം എന്തായിരിക്കും? ഐ എം കംപ്ലീറ്റ്ലി ഓക്കെ എന്ന് ഞാൻ കുറെ പേരെടുത്ത് പറയാറുണ്ട്. ഹൗ ആർ യു? ഐ എം കംപ്ലീറ്റ്ലി ഫൈൻ, ഐ എം കംപ്ലീറ്റ്ലി ഓക്കെ. ഐ എം എ വെരി ദിസ് അതിലൊരു ഇൻസെക്യൂരിറ്റി ഉള്ള ഒരാളാണ്. കൈൻഡ് ഓഫ് എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ കളിയാക്കി പറയാറുണ്ട്, ഭയങ്കര ഹൈ വാല്യൂ വുമൺ എന്ന് പറഞ്ഞ് നടക്കുന്നു, ആൽഫ ഫീമെയിൽ എന്ന് പറഞ്ഞ് നടക്കുന്നു, ഭയങ്കര സ്ട്രോങ് ആണ്, ഒന്നും തന്നെ ഏക്കൂല എന്നുള്ളൊരു സംഭവം ഞാൻ എപ്പോഴും കൊടുക്കും.
ഐ മീൻ ആക്ച്വലി ഐ എം ബോൾഡ് Bold, yeah. കിട്ടേണ്ട ആവശ്യമില്ല. ഐ മീൻ വിച്ച് ദാറ്റ് ഇസ് ആക്ച്വലി ഞാനത് അത്രയും കടന്നു പോയിട്ട് എന്നെ തന്നെ സെൽഫ് അനാലിസിസ് ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടെത്തിയത്. അതുകൊണ്ട് അത്ര കോൺഫിഡന്റ് പറയുന്നത് ഐ എം ആക്ച്വലി ബോൾഡ്. പക്ഷെ ചില സമയത്തൊക്കെ കയ്യിൽ നിന്ന് പോകും, പക്ഷെ ഞാൻ പുറത്ത് കാണിക്കാറില്ല. അപ്പൊ ഞാൻ അത് ആൾക്കാരോട് പറയും ഐ എം കംപ്ലീറ്റ്ലി ഓക്കെ. സോ വൈകുന്നേരം എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, നോർമലി വി വെർ ടോക്കിംഗ് ആൻഡ് നോർമലി കോൺവെർസേഷൻ നടക്കുന്നുണ്ടായിരുന്നു. സോ ദാറ്റ് ടൈം ആർ യു ഓക്കെ? കംപ്ലീറ്റ്ലി ഓക്കെ. ഓക്കെ ഉണ്ടായിരുന്നു. ആളിപ്പോ ഇന്റർവ്യൂ കാണൂട്ടോ. ഇത് കഴിയുമ്പോ ബാക്കിയുള്ളത് മേടിച്ചോ. വൺ ഹാബിറ്റ് യു ഹൈഡ് ഫ്രം എവ്രി വൺ. എല്ലായിടത്തും ഹൈഡ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ ആൾക്കാരറിഞ്ഞാൽ നാണക്കേടാന്നൊക്കെ വിചാരിച്ച്. എനിക്ക് കൈ കൊണ്ട് ഫുഡ് കഴിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. അത് ഏത് ടൈപ്പ് ഓഫ് ഫുഡ് ആണെങ്കിലും, യൂറോപ്യൻ ആണെങ്കിലും അമേരിക്കൻ ഫുഡ് ആണെങ്കിലും ഏതൊരു ക്യൂസൈൻ ആണെങ്കിലും ഈവൻ ചൈനീസ് ഫുഡ് ആണെങ്കിലും പോലും കൈ കൊണ്ട് കഴിക്കുന്ന ഇഷ്ടം. പക്ഷെ അത് പുറത്ത് ആൾക്കാരുടെ അടുത്ത് കാണിക്കണം, എനിക്ക് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ സ്പൂൺ ഉപയോഗിക്കണം, ഫോർക്ക് ഉപയോഗിക്കണം, അങ്ങനെ ഭയങ്കര പരിഷ്കാരി ആവണം, ബോഡി ലാംഗ്വേജ് കീപ്പ് ചെയ്യണം. ദാറ്റ് വൺ തിങ് വിച്ച് ഐ റിയലി ഹൈഡ്. അതും കഴിക്കാൻ നേരത്തില്ലേ എനിക്കിഷ്ടം ഞാൻ ഇങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാന്നൊക്കെ വെച്ചാൽ എന്റെ പൈജാമിലൊക്കെ ഇരിക്കുക, മുടിയൊക്കെ ഫുള്ള് കെട്ടി വെച്ച് മെസ്സി ബണ്ണായിട്ടൊക്കെ ഇരിക്കുക, കാലൊക്കെ നല്ല വിടർത്തിയും കാര്യമൊക്കെ ഇരിക്കുക. പക്ഷെ അതൊക്കെ നോർമലി എന്റെ ഉമ്മയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മര്യാദക്ക് ഇരിക്കുന്നൊക്കെ പറയും. വീട്ടിലെ പെൺകുട്ടികൾ ഇങ്ങനല്ല, എന്താ അച്ചടക്കം ഒതുക്കത്തോടെ വളർന്ന പെണ്ണുങ്ങളൊന്നും ഇങ്ങനല്ല എന്നുള്ള സംഭവം ഉണ്ട്. അപ്പൊ ഞാൻ അത് ഭയങ്കരമായിട്ട് അഭിനയിക്കും. സോ വെൻ ഐ എം എലോൺ ഞാൻ എന്റെ ഈ ഒരു ഇഷ്ടപ്രകാരം തന്നെ നൂഡിൽസും റാമൻ സൂപ്പും ഇതൊക്കെ ഞാൻ ഈ കൈയും കൊണ്ട് തന്നെ കഴിക്കാനാണ് നോക്കുന്നത്. അങ്ങനത്തെ ഉള്ളൊരു കച്ചറ സ്വഭാവം എനിക്കുണ്ട്. കച്ചറ സ്വഭാവമല്ല, അത് നമ്മളെ കംഫർട്ട് സോൺ ആണല്ലോ. ബട്ട് എന്റെ സിബ്ലിങ്സ് ഒക്കെ അത് നോർമലി കാണാൻ നേരത്ത് അയ്യേ ഇത് ഇത്ര വലുതായെന്നേ ഉള്ളൂ, ഇത് പുറത്തുള്ള ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇൻസ്പിറേഷൻ ഉണ്ടാവില്ല, ഒരു കോപ്പം ഉണ്ടല്ലോ എന്നൊക്കെ പറയും. സോ ദാറ്റ് ഈസ് വൺ ഹാബിറ്റ് വിച്ച് ഐ റിയലി ഹൈഡ്. ഓക്കെ. മോസ്റ്റ് യൂസ്ലെസ് തിങ് യു ബോട്ട് റീസെന്റ്. ഈ അടുത്ത് മേടിച്ചത് പക്ഷേ മേടിക്കണ്ടായിരുന്നു, കുറെ പൈസ പോയി, അങ്ങനെയൊക്കെ തോന്നി എന്തെങ്കിലും? ഞാൻ അങ്ങനെ മേടിക്കാറില്ല. അങ്ങനെ ചെലവാക്കുന്ന ആളല്ല, സേവിങ്സിന്റെ ആളാണോ? ഭയങ്കര സേവിങ്സിന്റെ ആളാണ്. എന്റെ വാക്കിൽ ഞാൻ സേവിങ്സ് എന്ന് പറയും. എഗെയിൻ എന്റെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് പറയുന്നത് എന്താണെന്നറിയോ, ഞാൻ ഭയങ്കര കഞ്ഞിയാണ്. ഞാൻ ഭയങ്കര കഞ്ഞിയാണ്. പുറത്തത്തെ ആൾക്കാർ കാണുമ്പോ പറയും ഭയങ്കര ലാവിഷായിട്ട് അടിച്ചു പൊളിച്ച് ചെലവാക്കിയിട്ട് നടക്കുന്ന ആളെന്ന്. അത് ആക്ച്വലി എന്റെ ഈ ഒരു ലൈഫ് സ്റ്റൈല് എന്റെ കമ്പനീന്റെ പ്രിവിലേജ് കാരണം 50% ഡിസ്കൗണ്ട്, 60% ഡിസ്കൗണ്ട്. പിന്നെ ആസ് എവ്രി വൺ നോ ഇന്റർനാഷണൽ കമ്പനിയാണ്. ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും എന്റെ എയർലൈൻസ് എടുത്ത് ഇട്ട് കഴിഞ്ഞാലും നമുക്ക് ഡിസ്കൗണ്ട്സ് ഉണ്ടാവും, പല കാര്യങ്ങളും ഫ്രീ ആണ് നമുക്ക്. ആ ഒരു പ്രിവിലേജ് ഞാൻ യൂസ് ആക്കും, നല്ലോണം യൂസ് ആക്കും. അതിപ്പോ എത്ര അതന്നെ, പിന്നെ നല്ലോണം ഈ ഉള്ളിടത്തോളം കാലം അതെല്ലാം ഞാൻ ഉപയോഗിച്ചിട്ടേ ഇവിടുന്ന് പോവുള്ളൂ. അത് അത്രേ ഉള്ളൂ. സോ അങ്ങനെയാണ് ഞാൻ അതൊക്കെ ചെയ്യുന്നത്. അപ്പൊ പുറത്തത്തെ ആൾക്കാർ കാണുമ്പോ എന്താ ലൈഫ് ഫുൾ അടിച്ചു പൊളിക്കുക, പൈസ മൊത്തം കിട്ടുന്ന അവിടെ കൊണ്ടുപോയിട്ട് അങ്ങ് തകർക്കാണെന്നുള്ളതാ. പക്ഷെ ഐ എം എ വെരി സേവിങ് മെന്റാലിറ്റി പേഴ്സൺ. ലൈക്ക് ഞാൻ 100% ഞാൻ ഏൺ ചെയ്യുന്നുണ്ട്, അതിന് 90% ഞാൻ സേവ് ചെയ്തിട്ടാണ് 10% ഞാൻ സ്പെൻഡ് ആക്കുന്നത്. ഭാഗ്യം കൊണ്ട് ആ 10% മാത്രം മതി എനിക്കും എന്റെ ഫാമിലിക്കും. സോ ബാക്കി ഞാൻ സേവ് ആക്കും. സോ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മേടിച്ചു കൂട്ടാറില്ല. മെറ്റീരിയലിസ്റ്റിക് ആളല്ല ഞാൻ, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം. പിന്നെ എനിക്ക് വേണ്ടി കൂടുതലും ഞാൻ എന്റെ ഫാമിലിക്ക് വേണ്ടിയ സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കുന്നത്. ഒരിക്കലും ഞാൻ അനാവശ്യമായിട്ട് കൺസിഡർ ആക്കാറില്ല. റെഡ് ഫ്ലാഗ് യു ഇഗ്നോർ ദ മോസ്റ്റ്. ഏറ്റവും കൂടുതൽ എനിക്ക് അറിയാമത് റെഡ് ഫ്ലാഗ് ആണ്, പക്ഷെ ഞാൻ ഇഗ്നോർ ചെയ്യുന്നു. എന്നെ ആൾക്കാർ യൂസ് ആക്കുന്നത്. അത് ഇഗ്നോർ ചെയ്യും. എന്തേ? അവർക്ക് എന്തെങ്കിലും ആവശ്യമുള്ളത് കൊണ്ടാണല്ലോ അവരെന്നെ ആ സമയത്ത് യൂസ് ആക്കുന്നത്. അപ്പൊ അവർക്ക് അതിന്റെ നീഡപ്പ് ഉണ്ടല്ലോ. പക്ഷെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിക്കുന്നതും ഒരു ആക്ച്വലി നമ്മളെ ഡ്രെയിൻ ഔട്ട് ആക്കുന്നതാണ്. ചിലപ്പോഴൊക്കെ എന്നെ ഡ്രെയിൻ ഔട്ട് ആക്കാറുണ്ട്, ബേൺ ഔട്ട് ആക്കാറുണ്ട്. പക്ഷെ ഈ യൂസ് ആക്കുന്ന ആൾക്കാര്, യൂസിങ് ഇൻ ദ സെൻസ് ഫിസിക്കലി അല്ല, അത് ഒരു ആൾക്കും ആ ഒരു പ്രിവിലേജ് ഇല്ല. ബിക്കോസ് ആസ് ഐ സെഡ് ഐ എം സിംഗിൾ ആൻഡ് ആ ഒരു സംഭവം അതിലോട്ട് നമുക്ക് ആ ടോപ്പിക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇമോഷണലി, മെന്റലി ആൻഡ് മെയിൻലി ഫൈനാൻഷ്യലി അതാണ് ആൾക്കാർ എന്നെ യൂസ് ആക്കുന്നത്. പക്ഷെ ഈ യൂസ് ആക്കുന്ന 90% ആൾക്കാർ എന്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാ. നോ പറയാൻ കുറച്ച് മടിയാണല്ലേ? നോ ഞാൻ പറയും, പക്ഷെ ഇങ്ങനത്തെ കാര്യത്തിൽ ഞാൻ നോ പറയത്തില്ല. ബിക്കോസ് ഞാനപ്പോ വിചാരിക്കുന്നത് അവർക്ക് അത്രയും ആവശ്യമുള്ളത് കൊണ്ടാണ് അവർ ബാക്കിയുള്ളവരെ യൂസ് ആക്കാതെ എന്നെ വന്ന് യൂസ് ആക്കുന്നത്. കാരണം എന്റെ ലൈഫിൽ അവർ ക്ലോസ് എന്നതുപോലെ തന്നെ അവരുടെ ലൈഫിൽ ക്ലോസ് ആയ ഒരു വ്യക്തിയാണ് ഞാന്. അപ്പൊ അവർക്ക് ആരൊക്കെ വേണമെങ്കിൽ പോയിട്ട് യൂസ് ആക്കാം. ബെസ്റ്റ് എക്സാമ്പിൾ ഫൈനാൻഷ്യലി കടം ചോദിക്കുന്നു. ബാക്കി എത്ര ആൾക്കാരുടെ അടുത്ത് അവർക്ക് പോയിട്ട് കടം ചോദിക്കാം, സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത്, അത്ര ക്ലോസ് അല്ലാത്ത ആൾക്കാരുടെ അടുത്ത്. അവരെ പോയി ഊറ്റുകയോ അല്ലെ പറ്റിക്കാതെ അവർ എന്റെ അടുത്ത് വന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രത്തോളം ബുദ്ധിമുട്ടിൽ അവരായതുകൊണ്ടല്ലേ.
എന്നുള്ളൊരു ചിന്ത ആ സമയത്ത് ഞാൻ കൊടുത്തിട്ട് ഞാൻ വിചാരിക്കും ഓക്കെ പോട്ടെ. പിന്നീട് എനിക്ക് മനസ്സിലാവും അത് അവർക്ക് അത്ര ആവശ്യം ഉണ്ടാവും ആയിരുന്നില്ല എന്ന്, മിസ്യൂസ് ചെയ്താണ്. പക്ഷെ അപ്പുറത്തേക്ക് ഞാൻ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? അത് ശരിയാ. പക്ഷെ ഇതുപോലെ സൈനബിന് ആവശ്യമുള്ള സമയത്ത് അവര് നിന്നിട്ടുണ്ടോ അങ്ങനെ ചിന്തിക്കുമ്പോ? ഞാൻ ഇതുവരെയായിട്ട് ഐ എം വെരി അഗൈൻ ഗ്രേറ്റ്ഫുൾ ഇൻ ദാറ്റ് ഫൈനാൻഷ്യലി ഞാൻ ഇതുവരെയായിട്ട് ഒരാളെയും ഡിപ്പെൻഡ് ആക്കിയിട്ടില്ല. ഉള്ളതുപോലെ ഫൈനാൻഷ്യലി അല്ല, ഇമോഷണലി അത് ആ സമയത്തൊന്നും ഉണ്ടായിട്ടില്ല. നന്നായി. ഇമോഷണലി ഇനി മേലാൽ അവൈലബിൾ ആവരുത്. പിന്നെ ചിലപ്പോ അവരെ കൂടുതൽ കുറ്റം പറയാൻ പറ്റൂല. ഞാൻ എന്നുള്ള ഒരാളില്ലേ, എനിക്ക് എന്തെങ്കിലും വരുവാണെങ്കിൽ സൈലന്റ് ആവുന്ന ഒരാളാണ് ഞാൻ, ക്ലോസ്ഡ് ആവും. ഞാൻ എന്റെ തന്നെ മീ ടൈം എന്നാണ് ഞാൻ അതിന് പറയുന്നത്. എന്റെ സ്പേസ് എടുത്ത് സൈൻ അങ്ങോട്ട് ഇപ്പുറത്തേക്ക് മാറിപ്പോയെന്നുള്ളൂ. നവംബർ ബേബീസ് അല്ലേ, ഓഫ് കോഴ്സ് യെസ്. സോ അവർക്ക് അറിയത്തില്ലല്ലോ എന്റെ കാര്യങ്ങൾ, അവർക്ക് ചിലപ്പോൾ അറിയത്തില്ല. ഞാൻ കൂടുതൽ ഓപ്പൺ ആയിട്ട് പറയാറില്ല. പക്ഷെ എനിക്ക് ചിലപ്പോഴൊക്കെ അതൊരു ഡൗട്ട് വരാറുണ്ട്. അവരുടെ കാര്യങ്ങൾ അവർ പറയാതെ തന്നെ അതെനിക്ക് മനസ്സിലാവാറുണ്ട്. അപ്പൊ ഞാൻ അത് ഇരുന്ന് ചോദിക്കും, എന്താണ് സംഭവം, പറ, കാര്യം പറ. ഐ എം there for you, ഐ എം here for you, you can tell me, ഐ എം എ ഗുഡ് ലിസണർ, ഐ വിൽ ലിസൺ എവറിത്തിങ്. പക്ഷെ എന്റെ കാര്യങ്ങൾ വരാൻ നേരത്തെ അത് ആൾക്കാർക്ക് മനസ്സിലാവാറില്ല. അതെന്താന്ന് ഇനിയിപ്പോ അവർക്ക് എനിക്കുള്ള ഒരു ക്ലോസ്നെസ് അവർക്ക് ഇല്ലാത്തതാണോ, അതോ ഇനിയിപ്പോ ഞാൻ പറയാത്തത് കൊണ്ടാണോ? കാരണം ഇടയിൽ എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഒരു ടോക്ക് ഉണ്ടായിരുന്നു, നീ എന്റെ അടുത്ത് തുറന്നു പറയാതെ എനിക്ക് എങ്ങനെ കാര്യങ്ങൾ മനസ്സിലാവാ? പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നില്ലേ. ഇനിയിപ്പോ എന്റെ മുഖത്തിന്റെ പ്രശ്നമാണോ എന്ന് അറിയില്ല, കാരണം എനിക്ക് എപ്പോഴും എല്ലാവരുടെ അടുത്തുനിന്ന് കിട്ടാറുണ്ട്. ഞാന് മര്യാദയ്ക്ക് നോർമലി ചിരിക്കാതെ നോർമലി ഒരിടത്ത് ഇരിക്കുകയാണെങ്കിൽ they will say, ഓ അഹങ്കാരിയാ, ജാടക്കാരിയാ, പോയി മിണ്ടത്തു, അങ്ങനത്തെ ഒരു ഫേസ് ആണ് എനിക്കുള്ളത്. അത് എന്റെ പ്രശ്നമല്ല, എനിക്ക് ജന്മന കിട്ടിയുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇനിയിപ്പൊ അത് കാരണമായിരിക്കും ചിലപ്പോ അവർ വിചാരിക്കുന്നത് ഷീസ് കംപ്ലീറ്റ്ലി ഓക്കെ, സൈനബല്ലേ, ഓ അവളെല്ലാം ഫിഗർ ഔട്ട് ചെയ്താലും ചിലപ്പോ അതുകൊണ്ടായിരിക്കും. ചിലപ്പോ അതുകൊണ്ട് ഞാൻ ആരെയും കുറ്റമൊന്നും പറയുന്നില്ല. പക്ഷെ ദിസ് വൺ തിങ് ഇസ് ദേർ. എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടേക്കുന്ന ഒരു കാര്യം ഷീൽ ഹാൻഡിൽ. അതങ്ങനെ ഇൻഡിപെൻഡന്റും അല്ല, ഹൈപ്പർ ഇൻഡിപെൻഡന്റിലോട്ട് വരുമ്പോ നമ്മളെല്ലാം ചെറുപ്പത്തൊട്ട് നമ്മൾ സ്വന്തമായിട്ട് ഫിഗർ ഔട്ട് ചെയ്തെന്ന് പറഞ്ഞു വരുമ്പില്ലേ, ആൾക്കാർ പറയും അത് അവള് നമുക്കും മാറാൻ പറ്റില്ല. അത് നമുക്കും മാറാൻ പറ്റൂല. നമ്മൾ ചെറുപ്പത്തൊട്ട് എല്ലാരും അങ്ങനെ കൊണ്ട് വന്നത് കൊണ്ട് കുടുംബത്തിലെ കുടുംബനാഥനല്ല, കുടുംബനാദി, അതാണോ കറക്റ്റ് കുടുംബനാദി. സോ അത് വന്നത് കൊണ്ട് നമുക്ക് ആ ഒരു ഫ്ലോയില് പോയേ പറ്റുള്ളൂ. അതെ, we are forced to actually. Yeah. So have you ever ghosted someone? ചെയ്തിട്ടില്ല. അതേ ചെയ്തിട്ടുള്ളൂ. ഓ ചെയ്തിട്ട് കുറെ, ഞാൻ ആ രീതിയിൽ ഉദ്ദേശിച്ചു, കുറെ ഇഷ്ടം പോലെ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അതെന്റെ മെയിൻ വൺ ഓഫ് ദി ടാലന്റ് ആണ്. ഓ ടാലന്റ്, അതെങ്ങനെ ഒരു ടാലന്റ് ആവും? ടാലന്റ് വെച്ചാൽ അതാണ് എന്റെ വൺ ഓഫ് ദി ക്യാരക്ടർ. എന്റെ ഏതൊരു ക്ലോസ് ഫ്രണ്ട്സിന്റെ അടുത്തോ ഫാമിലിയുടെ അടുത്തോ ആരുടെ അടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയും അവളല്ലേ, അവളുടെ അടുത്ത് റിപ്ലൈ ഒന്നും കിട്ടൂല, എനിക്ക് അവളല്ലേ കോളൊന്നും എടുക്കൂല, അങ്ങനത്തെ മറ്റേ ഇങ്ങനെ പറയില്ലേ, ഐ എം there for you, എപ്പോ വേണമെങ്കിൽ വിളിച്ചാൽ മതി, ഇതാ അപ്പൊ ഓടിച്ചേ വരും, 23 മിസ്ഡ് കോൾസ് എന്നുള്ള ആളാണ് ഞാൻ. ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരുന്നല്ലോ അല്ലെ, ഐ എം there for you, നീ എന്നെ വിളിച്ചാൽ മതി, ഞാൻ എപ്പോ വേണമെങ്കിലും എന്നിട്ട് വിളിക്കുമ്പോ കിടന്നുറങ്ങുന്നുണ്ട്, ഫോൺ സൈലന്റിലാക്കി. ആ ഒരു ക്യാരക്ടർ. വേറെ മറ്റേ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പ്ലാൻ ചെയ്ത് ഓക്കെ ശരി നമുക്ക് അവിടെ നിന്ന് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ സ്ഥലത്ത് പോയിട്ടുണ്ടാവും. ഞാൻ നല്ല ചില്ലായിട്ട് ഒറ്റയ്ക്ക് തന്നെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കുന്നുണ്ടാവും. എന്നെ വിളിക്കുമ്പോ ഞാൻ ഇങ്ങനെ നോക്കിയേക്കും, കട്ടാക്കും, അപ്പൊ കാണാൻ അത് അടുത്തുണ്ടാവും. അങ്ങനത്തെ റീൽസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിലൊരാളാണ് ഞാന്. ബട്ട് ദാറ്റ് ഈസ് ഫോർ എന്റെ ലൈഫില് ഞാൻ ഇങ്ങനത്തെ ഒരു കാറ്റഗറി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് പ്രയോറിറ്റി, സെക്കൻഡ് പ്രയോറിറ്റി, തേർഡ് പ്രയോറിറ്റി. ഫസ്റ്റ് പ്രയോറിറ്റി ഇസ് ഓൾവേസ് മൈ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഹു ഐ ചൂസ് ടു ബി മൈ ഫാമിലി. അതാണ് എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി. അവർക്ക് ഞാൻ ആ പറഞ്ഞ സംഭവം തന്നെ ഒരു അവൈലബിൾ ആയിരിക്കും 24/7. അത് എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ വർക്ക് ടൈമിൽ നമുക്ക് ഫോൺ അലൗഡ് അല്ല യൂസ് ആക്കാന്. ആ ഒരു എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ചോയ്സ് ഇല്ല. അതല്ലാതെ ബാക്കി എല്ലാ ടൈമില് ഞാൻ ആ പറഞ്ഞതുപോലെ തന്നെയാണ്. പക്ഷെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്റെ സെക്കൻഡ്, തേർഡാ. അതിപ്പോ ഞാൻ എത്ര ഒരാളുടെ അടുത്ത് ക്ലോസ് ആയെന്ന് പോലെ കാണിച്ചാലും, അല്ലെങ്കിൽ എന്റെ പണ്ടത്തെ ചെറുപ്പത്തൊട്ടേ വന്ന നമ്മുടെ സ്കൂൾ ഫ്രണ്ട്സ്, കോളേജ് ഫ്രണ്ട്സ്, നമ്മുടെ വർക്ക് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അവരുടെ വിചാരം ഞാൻ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നാണ്. പക്ഷെ ഞാൻ അവരുടെ അടുത്ത് തുറന്നു പറയാറുമല്ല, നിങ്ങൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ല, എന്റെ ക്ലോസ് ഫ്രണ്ട് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്റെ കൊളീഗാണ്, നിങ്ങൾ എന്റെ പാർട്ട്ണറാണ്. പണ്ടില്ലേ ഒരാൾ എന്റെ അടുത്ത് വന്നിട്ട് കുറച്ച് ക്ലോസ് ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവരെന്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഓ എന്റെ മനസ്സിലോട്ട് ഞാൻ എടുത്തു പണി മേടിക്കുകയും ചെയ്യും. സോ അത് കഴിഞ്ഞപ്പോഴാണ് ഇതെനിക്ക് മനസ്സിലായതിനു ശേഷം എനിക്കിപ്പോ എല്ലാരെയും ഏത്
ബൗണ്ടറിയിലാണ് വെക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. ഓ സോ ഞാൻ ഒരാളെയും ഇപ്പൊ ഒരാളും ഒന്ന് ക്ലോസ് ആയി സംസാരിച്ചു 2-3 ദിവസം എന്റെ കൂടെ ടൈം സ്പെൻഡ് ആക്കി, ഒരിക്കലും ഞാൻ അതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ പറയാറില്ല. അതെന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആണ്, അല്ല അതെന്റെ ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട് ആണ്, അല്ല അതെന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് ആണ്, അങ്ങനെ ഞാൻ പറയും. സോ അവര് തെറ്റിദ്ധരിക്കുന്നതാണ്, ഞാനത് അവരുടെ അടുത്ത് പക്ഷെ അത് പറയുന്നുണ്ട്. നമ്മളെ ലൈഫ് എക്സ്പീരിയൻസും കൂടെ തോന്നുന്നു. പണ്ട് നമ്മള് ഭയങ്കര ക്ലോസ് ആയിട്ട് എടുക്കുമായിരുന്നു, പിന്നെ പണി കിട്ടി ഇപ്പൊ അങ്ങട് മറ്റേ പറയാറില്ലേ, പാമ്പായിട്ട് നിൽക്കുന്ന ആൾക്കാരോ കൊറേ തിരിഞ്ഞു കൊത്താറുണ്ട്. പിന്നെ വേറെ എസ്പെഷ്യലി നമ്മുടെ പാരന്റ്സ് പറയുന്നത് ശരിയാ. നമ്മുടെ പാരന്റ്സ് നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിലോ അല്ലെങ്കിൽ നമ്മുടെ ഏതൊരു കൂട്ടട്ടോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആൾക്കാരെ നോക്കി അപ്പൊ തന്നെ പറയൂലേ, ഈ ആള് ശരിയല്ല, ഇവള് ശരിയല്ല, നീ നോക്കിക്കോ, നീ പഠിക്കും, ഞാനാ പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ കൊറേ പറയും, അല്ല പിന്നെ അങ്ങനൊന്നല്ല, അവനെന്റെ ചങ്ക, അവളെന്റെ ചങ്കാണ്, അങ്ങനൊന്നല്ല, അങ്ങനൊന്നും ചെയ്യില്ല. അവരില്ല. ആ ഉമ്മയും വാപ്പയും പറയുന്ന ആൾക്കാര് സൂക്ഷിച്ചോ, അത് കറക്റ്റാ, നല്ല അനുഭവമുണ്ട്, ഇഷ്ടം പോലെ അനുഭവങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ എന്റെ ലൈഫിലുള്ള ഫ്രണ്ട്സ് എന്ന് പറയാൻ എന്റെ കയ്യിൽ എണ്ണാൻ പറ്റുന്ന ആൾക്കാർ, അത്ര മാത്രം. അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഞാൻ എവിടെയാണ്, ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ. കാരണം ഈ പല രാജ്യങ്ങളിലും പോകുന്നത് കൊണ്ട് ഞാൻ അപ്പപ്പ അപ്ഡേറ്റ് ആക്കുന്ന ഒരാളല്ല. ഞാനിപ്പോ ഇന്ന് പാരീസിൽ ഒരു സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പാരീസിലായിരിക്കൂല, അപ്പത്തേക്ക് ഞാൻ ദുബായിൽ ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവും. അത് എല്ലാം ക്യാബിൻ ക്രൂനുള്ള ഒരു നേച്ചറാണ്. അത് ദാറ്റ് ഈസ് നോൺ ആസ് ജെറ്റ് ലാഗ്. അത് എല്ലാ എയർ ഹോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബോയ്സ് ക്യാബിൻ ക്രൂ ലൈഫിലുള്ള ഒരു നോർമൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നമ്മൾ അപ്പൊ ഉള്ളത് അപ്പൊ ചിലപ്പോൾ ഇടണമെന്നുണ്ടാവില്ല, ചിലരിടും പക്ഷെ ചിലരിടൂല, അപ്ഡേറ്റഡ് അല്ല. അപ്പൊ എന്റെ ക്ലോസ് ആയിട്ടുള്ള ഈ ആൾക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഞാൻ ശരിക്കും എവിടെയാണ്, ഞാൻ എന്താ ചെയ്യുന്നത്. അപ്പൊ ഇൻസ്റ്റാഗ്രാം ഓഡിയൻസ് സൂക്ഷിച്ചു. ഇപ്പൊ പാരീസിലാന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോ വേറെ ഏതെങ്കിലും രാജ്യത്തൊക്കെ ഇതൊക്കെ റിവീൽ ആയില്ലേ. ഓക്കെ, അപ്പൊ നമ്മള് റാപ്പിഡ് ഫയർ സെഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് കുസൃതി ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പം ഇത്രയും താഴത്തേക്ക് ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ചിന്തിച്ച് നോക്ക്. എന്റെ ഒരു ലെവലിലേക്ക് ഇറങ്ങി വേണം. 1-2 ക്വസ്റ്റ്യൻസ് കഴിയുമ്പോ മനസ്സിലാവും. ആ ക്വസ്റ്റ്യൻ കേട്ടയോ മനസ്സിലാവും. സ്വന്തമായി കസേരയുള്ള മാൻ. ഞാൻ പറഞ്ഞില്ലേ അയ്യോ, ഞാൻ പറഞ്ഞില്ലേ ഒരു ലെവലിലേക്ക് അങ്ങോട്ട് ഇറങ്ങി വരണം. സ്വന്തമായിട്ട് കസേരയുള്ള മാൻ, ചെയർമാൻ ആണോ? അപ്പൊ സെയിം ലെവലാ, കൊഴപ്പില്ല. ഇത്ര ചിന്തിക്കേണ്ട വന്നില്ല, എനിക്ക് വയ്യ. ഓക്കെ, ആരും യാത്ര ചെയ്യാത്ത ബസ്. ആരും യാത്ര ചെയ്യാത്ത ബസ്. അറിയില്ല, വിട്ടു. എന്നാലും ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരു വല്ല ഹിന്റ്, ക്ലൂ. നമ്മളെ എഡ്യൂക്കേഷൻ ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആ വേർഡ്. എയർ ബസ് അല്ല, അതിപ്പോ നമ്മുടെ ഫ്ലൈറ്റ് അല്ലേ, നമ്മുടെ ഫ്ലൈറ്റ് അല്ലേ. അല്ല, എഡ്യൂക്കേഷൻ ആണ്. ഇപ്പൊ ഞാൻ ഏവിയേഷനിലോട്ട് പോയി, ബേസിക് നമ്മൾ 10ാം ക്ലാസ് അങ്ങനെ. ഓക്കെ, ആരും യാത്ര ചെയ്യാത്ത ബസ്, സിലബസ്. ഓക്കെ, കുട്ടി കൊള്ളാം. കുഴപ്പമില്ല, അതിന്റെ അടുത്ത് നല്ല കമന്റ്സ് കിട്ടുന്നുണ്ടല്ലോ. സിനിമകളിൽ ഇല്ലാത്ത ആക്ഷൻ. ഇത് പറയൂല. സിനിമയിൽ ഇല്ലാത്ത ആക്ഷൻ, ഫ്രിക്ഷൻ. ഞാൻ മൊത്തം ഫുൾ ആ ഏവിയേഷൻ സംഭവം തന്നെ ഇങ്ങോട്ടേക്ക് എടുക്കുന്നുണ്ട്. സിനിമയിൽ ഇല്ലാത്ത ആക്ഷൻ, ഒരു അഡ്വർടൈസ്മെന്റ് ആയിട്ട് റിലേറ്റഡ്. ഇതിന്റെ ആൻസർ ആയിട്ട് കഴിയുമ്പോ ചിലപ്പോ എന്നെ കല്ലെടുത്ത് എറിയും, പക്ഷെ എന്നാലും പറഞ്ഞു. അഡ്വർടൈസ്മെന്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം. കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് പറഞ്ഞ പനി, ജലദോഷം, അതിന്റെ ഒക്കെ ഒരു മരുന്നായിട്ട് ബന്ധമുണ്ട്. മരുന്നോ? അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ കാണാറില്ലേ? കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടാവും. മരുന്നിന്റെ എന്നൊക്കെ പറയുമ്പോ ആൻസർ പറയാൻ എനിക്ക് പേടിയാവും. ഇത് ആൻസർ കേട്ട് കഴിയുമ്പോ അറിയില്ല, വിക്സ് ആക്ഷൻ. എനിക്ക് വയ്യ. പക്ഷെ that's true. വിക്സ് ആക്ഷൻ അങ്ങനത്തെ ഒരു സംഭവം വല്ല അഡ്വർടൈസ്മെന്റ് വിക്സിന്റെ പരസ്യത്തിലില്ലേ വിക്സ് ആക്ഷൻ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. നാട്ടിലത്തെ ആഡ് അത്. വിക്സ് അറിയില്ലേ? വിക്സ് അറിയാം, പക്ഷെ ആഡൊന്നും ഞാൻ വേറെ അടുത്തൊന്നും കണ്ടിട്ടൊന്നുമില്ല. നല്ല സംഭവം. ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന രാജ്യം. ഇത് പറയാൻ പറ്റും, കൊറേ രാജ്യത്ത് പോയതല്ലേ. വേദനിക്കുന്ന രാജ്യം, അതും മലയാളത്തിൽ തന്നെയാണോ? ഈ രാജ്യം എന്ന് പറഞ്ഞ സംഭവം വരുന്നുണ്ടോ? ഒരു രാജ്യത്തിന്റെ പേരാ ഇത്.
അതും കൂടെ കഴിഞ്ഞാൽ ഞാൻ നിർത്തി. ചിലപ്പോ എന്റെ ഒരു ഇമേജേ അങ്ങോട്ട് പോകും. ഒന്നും കൂടെ ആ ക്വസ്റ്റ്യൻ ചോദിച്ചേ. ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന രാജ്യം. വേദനിക്കുന്ന രാജ്യം. ഭയങ്കര ഇങ്ങനെ വേദനയുള്ള രാജ്യം അങ്ങനെ ചിന്തിക്കരുത്, ആ പേരിലുണ്ടത്. ഏതാണ് റീജിയൻ എന്നെങ്കിലും പറഞ്ഞുതരോ? ലൈക്ക് യൂറോപ്പാണോ, അമേരിക്ക? എന്നെ കണ്ട അങ്ങനെയൊക്കെ തോന്നും. അതിനെക്കാട്ടി തോന്നും. എന്നിട്ട് ഇപ്പൊ കണ്ടില്ല എന്തൊക്കെയാ എന്നെ കിടന്ന് ഇക്ഷ ഇന്നാന്ന് വരിപ്പിക്കുന്നു, എന്തോന്ന് അറിയില്ല. ഞാൻ എന്റെ എമിറേറ്റ്സിൽ ഇന്റർവ്യൂക്ക് പോലും പോയപ്പോ ഇത്ര ഞാൻ കിടന്ന് വറച്ചിട്ടുണ്ടാവില്ല. പിന്നല്ലാതെ ആകെ അവിടെ 40 മലയാളികളെ ഉള്ളൂ. അതിലൊന്നും എനിക്ക് കിട്ടിയപ്പോ അത്രയും സന്തോഷം. ഇത്ര പോലും ഞാൻ പ്രിപ്പയർഡ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. കണ്ടോ, ഞാൻ ടഫാ. കാണുന്നുണ്ട്. അപ്പൊ പറയൂ. അല്ല, ഏത് റീജിയൻ? ഈ വേദന എന്ന് പറയുന്ന വേർഡിന്റെ ഇംഗ്ലീഷ് ഒന്നും ഇംഗ്ലീഷ് അറിയിക്കാലോ. സ്പെയിൻ. വെരി ഗുഡ്. അപ്പൊ നമ്മളെ 2 സെഗ്മെന്റും അവസാനിച്ചു.